ഹായ് ഗായ്സ്, സമയം ഇപ്പോൾ 5:30 ആയിട്ടുണ്ടാവും കേട്ടോ. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് 6 മണിയൊക്കെ ആയിട്ടാണ് എഴുന്നേൽക്കുന്നത്. ഒന്നാമത് രാത്രി കിടക്കാൻ വൈകും, അപ്പോൾ രാവിലെ ലേറ്റും ആവും കേട്ടോ. അതുകൊണ്ട് എഴുന്നേൽക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷേ എഴുന്നേറ്റ് കഴിഞ്ഞ് ഓരോന്ന് ഉണ്ടാക്കാനാണ് ഭയങ്കര മടി തോന്നുന്നത്. പക്ഷേ മടി തോന്നിയിട്ട് കാര്യമില്ലല്ലോ, എന്തെങ്കിലും ഉണ്ടാക്കിയാലല്ലേ എന്തെങ്കിലും അകത്തേക്ക് പോവുള്ളൂ. അത് കഴിഞ്ഞതിന് ശേഷം പല്ലൊക്കെ തേച്ച് ഫ്രഷായി അതിന് ശേഷം മുടിയൊക്കെ ഒന്ന് എണ്ണ തേച്ച് പിടിപ്പിക്കുകയാണ് കേട്ടോ. ഭയങ്കര മുടി കൊഴിച്ചിൽ പറഞ്ഞാൽ താഴെ മുടി വാരിയില്ലെങ്കിൽ നിലത്തൊക്കെ മുടിയാണ്. അതുകൊണ്ട് പുതിയൊരു എണ്ണ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ. അതിന് ശേഷം ഞാൻ തേങ്ങ അരച്ചു. തേങ്ങ അരപ്പ് ഒന്ന് കറിക്കും ഒന്ന് ദോശയിലേക്കാണ് കേട്ടോ. റവ ദോശയാണ്. അപ്പോൾ റവ ദോശയ്ക്ക് ഞാൻ 2 ഗ്ലാസ് റവ എടുത്തു. അതിലേക്ക് ഉപ്പും കുറച്ച് ജീരകവും പിന്നെന്താ ചെറിയുള്ളി ഇടും കേട്ടോ. ഞാൻ ഇട്ടിട്ടില്ല ഇല്ലാത്തതുകൊണ്ട്. പിന്നെ തേങ്ങയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുക്കും കേട്ടോ. രണ്ടും കൂടി ഞാൻ ഒരുമിച്ചാണ് അടിക്കുന്നത്. അപ്പോൾ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് അടിക്കേണ്ട കാര്യമില്ലല്ലോ. മക്കളപ്പോൾ എനിക്ക് മിക്സ് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് നേരത്തെ ഇപ്പം തന്നെ രണ്ടും കൂടി അടിച്ചു കേട്ടോ. അതിനുശേഷം ഞാൻ ചോറിനുള്ള വെള്ളം അരി ഇടുകയാണ്. അരി ഞാൻ 3 കപ്പ് 3 ഗ്ലാസ്സിൽ 3 എടുക്കൽ. അതിനുശേഷം ഇന്നലെ റേഷൻ കടയിൽ നിന്ന് കുറച്ച് അരിയും പച്ചരിയൊക്കെ കൊണ്ടുവന്നിരുന്നു. അപ്പം ഏതെങ്കിലും ഒന്ന് ഇതിലിടാമെന്ന് വിചാരിച്ച്. ഇത് നല്ല പൊടിയാണ്, അപ്പം ഞാനതൊന്ന് കഴുകി വെക്കുകയാണ് കേട്ടോ. ഇതിലെ രണ്ടും കൊള്ളും എന്ന് എനിക്ക് തോന്നുന്നില്ല, എന്നാലും കുറച്ച് ഇടാമല്ലോ. ഇല്ലെങ്കിൽ തണുപ്പുള്ള സ്ഥലത്തുനിന്ന് അരിയിലേക്ക് അരി കേടായി പോകുമല്ലോ അത് തട്ടുമ്പോൾ. അതുകൊണ്ട് ഇത് കഴുകിയിട്ടൊന്ന് ഉണക്കി വെക്കാമെന്ന് വിചാരിച്ച് അത് കഴുകി വെക്കുകയാണ്. അതിനുശേഷം ഒരു ആപ്പിൾ ഇന്നലെ ഏട്ടനോട് ഞാൻ കൊണ്ടുവരാൻ പറഞ്ഞിരുന്നു. ഇപ്പം ചെറിയ ആൾ ഫുഡ് കഴിക്കാനൊക്കെ തുടങ്ങിയല്ലോ. അതുകൊണ്ട് ഞാനത് എന്താ പറയുക, ആപ്പിൾ വെള്ളത്തിലിട്ട് തിളപ്പിച്ച് അത് മിക്സിയിലിട്ട് അടിച്ച് കൊടുക്കൂലേ, അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഓരോ ദിവസം ഞാനിപ്പം ചോറൂണ് കഴിഞ്ഞതിന് ശേഷം ഓരോ ദിവസം ഓരോന്നാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇന്ന് ആപ്പിൾ കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ആപ്പിൾ കൊണ്ടുവന്നത്. അതൊക്കെ കട്ട് ചെയ്ത് തിളപ്പിക്കാൻ വെച്ചു. അതിനുശേഷം ഞാൻ കുളിക്കാൻ പോയി, കുളിച്ച് വന്നു. അപ്പോൾ ഏട്ടനെ അവിടെ ദോശ ഇടുന്നുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു ഗ്യാപ്പിലാണ് ഞാൻ പോയി കുളിച്ചത്. അതിനുശേഷം വിളക്ക് കത്തിച്ച് പ്രാർത്ഥിച്ചു. ഇപ്പോൾ എല്ലാ ദിവസവും രാവിലെ അധികവും കത്തിക്കലുണ്ട് കേട്ടോ. വൈകിട്ട് അങ്ങനെ പറ്റാറില്ലെങ്കിലും രാവിലെ അങ്ങനെ കത്തിക്കാറുണ്ട്. അതിനുശേഷം ഞാൻ ബാക്കിയുള്ള ദോശ ഞാൻ ചുട്ടു കേട്ടോ. കാരണം ഏട്ടന് 8 മണിക്ക് പോകണം. അപ്പം എങ്ങനെ ഏട്ടൻ പോയി. അപ്പോൾ ഏട്ടൻ പോയതിന് ശേഷം ഗേറ്റ് അടയ്ക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാട്ടോ ഞാൻ. ഇതിങ്ങനെ വലിച്ചടയ്ക്കുന്ന ഗേറ്റിലെ അതാണ്. അപ്പോൾ ഈ ഒരു സൗണ്ടിന് ഭയങ്കര സൗണ്ടാണ് ഇത് അടയ്ക്കുമ്പോൾ. മെല്ലെ അടച്ചില്ലെങ്കിൽ മൂത്ത ആൾ എണീക്കും, എന്നിട്ട് അച്ഛ എന്ന് പറയും. അതുകൊണ്ട് ഞാൻ മെല്ലെയാണ് അടച്ചത്. അതിനുശേഷം ഞാൻ കാപ്പി എടുത്തിരുന്നു. അതും കുടിച്ച് പുറത്തിങ്ങനെ കുറച്ച് നേരം നിന്നു കേട്ടോ. അപ്പോൾ അതങ്ങനെ നിൽക്കാതെ ഒരു നല്ല സുഖമാണേ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. ബൈ.